ഞാൻ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് വളരെ ചെറിയ ഒരു ജീവിയെക്കുറിച്ചാണ്. ഉറുമ്പ്. ഒരുപാട് കാര്യങ്ങൾ ഉറുമ്പിൽ നിന്ന് നമുക്ക് പഠിക്കാനുണ്ട്. ഉറുമ്പിനെ കുറിച്ച് പറയാൻ ആഗ്രഹിക്കുന്നത് ചെറുപ്പത്തിലെ സ്കൂളിൽ പഠിച്ച ഒരു കഥയെക്കുറിച്ചാണ്. ഉറുമ്പും പ്രാവും എന്ന് പറയുന്ന ഒരു കഥ പഠിച്ചതായിട്ട് ഞാൻ ഓർക്കുന്നു. ആ കഥ ഇങ്ങനെയാണ്. ഉറുമ്പ് വെള്ളത്തിൽ വീണ് കിടക്കുകയാണ്. രക്ഷപ്പെടാൻ മാർഗമില്ല. നീന്തുന്നുണ്ട്. വിശാലമായ ജലാശയമാണ്. ഒരു മാർഗമില്ല രക്ഷപ്പെടാനായിട്ട്. ഇത് മുകളിൽ മരത്തിൻ്റെ മുകളിലിരിക്കുന്ന ഒരു പ്രാവ് കണ്ടു അത്രേ. പ്രാവ് ഉടനെ തന്നെ ഒരു പഴുത്ത ഒരു ഇല കൊത്തി ഉറുമ്പിൻ്റെ അടുത്തേക്ക് ഇട്ടു. ഉറുമ്പ് അതിൽ കയറി വെള്ളത്തിൽ നിന്ന് രക്ഷപ്പെട്ടു. പിന്നീട് കാറ്റടിച്ച് അത് ജലാശയത്തിൻ്റെ ഒരു ഭാഗത്ത് ഒന്നടിഞ്ഞപ്പോൾ ആ ഉറുമ്പ് വെള്ളത്തിൽ നിന്ന് കയറി രക്ഷപ്പെട്ടു. അപ്പോൾ ഉറുമ്പ് പ്രാവിനോട് പറഞ്ഞു, ആദ്യമേ നന്ദി പറഞ്ഞു, എന്നെ രക്ഷിച്ചതിന് ഞാൻ നിന്നോട് നന്ദി പറയുന്നു. രണ്ടാമതായിട്ടൊരു കാര്യം കൂടി പറഞ്ഞു, എൻ്റെ സേവനം എപ്പോഴെങ്കിലും നിനക്ക് ആവശ്യമായി വരും, അപ്പോൾ ഞാനത് തീർച്ചയായിട്ടും ഈ ഉപകാരം മടക്കി തരുകയും ചെയ്യും. അങ്ങനെ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഈ ഉറുമ്പ് പ്രാവിനെ വലിയൊരു അപകടാവസ്ഥയിൽ കണ്ടെത്തിയത്രേ. ഒരു വേടൻ ആ പ്രാവിനെ ഉന്നം വെച്ച് അമ്പയക്കാൻ നിൽക്കുകയാണ്. ഉറുമ്പ് പാഞ്ഞ് ചെന്ന് അതിന് എത്താവുന്ന അത്രയും വേഗത്തിൽ ചെന്ന് ആ വേടൻ്റെ കാലിന്മേലൊന്ന് കടിച്ചു. അങ്ങനെ അയാളുടെ ഉന്നം തെറ്റി പ്രാവ് രക്ഷപ്പെട്ടു. ഈ കഥ ഞാൻ സ്കൂളിൽ പഠിച്ചതാണെന്ന് എൻ്റെ ഓർമ്മയിലുണ്ട്. ഏത് ക്ലാസ്സിലൊന്നും ഓർമ്മയില്ല. എന്തായാലും 4ാം ക്ലാസ്സിൻ്റെ താഴെയാണ്. ആദ്യമായിട്ട് എനിക്ക് പറയാനുള്ളത്, ഇത്തരം കഥകളൊക്കെ ധാരാളമായിട്ട് പണ്ട് കാലത്ത് പഠിപ്പിച്ചിരുന്നു. ഒരുപാട് മോറൽ വാല്യൂസുള്ള, നന്മ ഉളവാക്കുന്ന കുറേ കാര്യങ്ങൾ അന്ന് കുട്ടികൾക്ക് ചെറുപ്പമായിരിക്കുമ്പോൾ തന്നെ ഇൻപുട്ടായിട്ട് കിട്ടിയിരുന്നു സ്കൂളിൽ നിന്ന്. അത് അവരുടെ സ്വഭാവത്തിനെ ഒരു വലുതായി വരുമ്പോൾ ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്യും. ഇന്ന് അത്തരം കാര്യങ്ങൾ കുറവാണ് എന്നാണ് ഞാൻ പറയുക. അത് നമ്മുടെ ഇന്നത്തെ വിദ്യാഭ്യാസ രീതിയുടെ വലിയ പോരായ്മകളിൽ ഒന്നാണ്. ഈ ഉറുമ്പിനെ നമുക്ക് ഒന്നും കൂടി പരിശോധിക്കാം. ആ ഉറുമ്പ് നിലവിളിച്ചിട്ടുണ്ടാവും. രക്ഷപ്പെടാനായിട്ട് തമ്പുരാനെ നിലവിളിച്ച് കാണും എന്ന് ഞാൻ വിചാരിക്കുകയാണ്. അപ്പോൾ തമ്പുരാൻ അതിന് ഒരു സംവിധാനം ഏർപ്പെടുത്തി കൊടുക്കുക പ്രാവിലൂടെ. പ്രാവിനെക്കുറിച്ച് ബൈബിളിൽ പറയുന്നൊരു ഭാഗമുണ്ട്, പ്രാവിനെ പോലെ നിഷ്കളങ്കരായിരിക്കുവിൻ എന്ന്. പ്രാവ് ഒരിക്കലും ആലോചിച്ചില്ല എനിക്ക് തിന്നേണ്ട ആവശ്യം. പ്രാവ് വെജിറ്റേറിയനാണ്, നോൺ വെജിറ്റേറിയൻ അല്ല. കീടങ്ങളെയും ഒന്നും തിന്നല്ല ജീവിക്കുന്നത്. അപ്പം എനിക്ക് എന്താ ഉപയോഗം? ആ ഉറുമ്പിനെ രക്ഷിച്ചിട്ട് അങ്ങനെ ചിന്തിച്ചില്ല. അതിൻ്റെ ജീവൻ രക്ഷിക്കാൻ അതിൻ്റെ ആ തമ്പുരാൻ്റെ ഹിതം അനുസരിച്ച് പ്രവർത്തിച്ചു എന്നാണ് ഞാൻ പറയുക. പ്രാവ് ബൈബിൾ പഠിച്ചിട്ടുണ്ടാവില്ല, പക്ഷേ അതിൽ ആശയങ്ങളൊക്കെ പ്രാവ് കൃത്യമായിട്ട് നിറവേറ്റി. യേശു കൃത്യമായിട്ട് പറയുന്നുണ്ട്, പ്രാവുകളെ പോലെ നിഷ്കളങ്കരായിരിക്കുവിൻ. നമ്മളും ഇതുപോലെ നിഷ്കളങ്കരാണെങ്കിൽ വേണ്ട അവസരങ്ങളിൽ മറ്റുള്ളവരെ സഹായിക്കാനുള്ളൊരു മനസ്ഥിതി നമുക്കുണ്ടാവും. ഉറുമ്പിനെക്കുറിച്ച്, ഉറുമ്പാകട്ടെ ആദ്യം അതിന് നന്ദി പറഞ്ഞു കാണും, പിന്നീട് പറഞ്ഞു ഇതിന് പ്രത്യുപകാരം ഞാൻ ചെയ്തു തരും.
പലപ്പോഴും ഇന്നത്തെ സ്ഥിതി അതല്ല. നിങ്ങൾ ആർക്കെങ്കിലും ഉപകാരം ചെയ്തിട്ടുണ്ടെങ്കിൽ ആ വ്യക്തി നിങ്ങളെ തീർച്ചയായിട്ടും ഉപദ്രവിച്ചിരിക്കും. ഗാന്ധിജിയോടൊരിക്കൽ ഇംഗ്ലണ്ടിലായിരിക്കുന്ന സമയത്ത് ഒരു പ്രഭു പറഞ്ഞു, നിങ്ങളെക്കുറിച്ചൊരു പ്രഭു വളരെ മോശമായ കാര്യങ്ങൾ പറഞ്ഞു നടക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഗാന്ധിജി ചോദിച്ചു, ഏത് പ്രഭുവാണത്? അപ്പോൾ ആ പ്രഭുവിൻ്റെ പേര് പറഞ്ഞു. അപ്പോൾ ഗാന്ധിജി ചോദിച്ചു, അതിന് ഞാൻ അദ്ദേഹത്തിന് ഒരു നന്മയും ചെയ്തിട്ടില്ലല്ലോ, പിന്നെ എന്തിനാ എന്നെക്കുറിച്ച് അപവാദം പറയുന്നേ? ആ ചോദ്യത്തിൽ വലിയ അർത്ഥമുണ്ട്. നിങ്ങൾക്ക് ഒരുപാട് പേർക്ക് ഇത് അനുഭവപ്പെട്ടിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. മനുഷ്യർ നന്ദിഹീനരാണെന്ന് മാത്രമല്ല, ഉപകാരം കിട്ടിക്കഴിഞ്ഞാൽ പിന്നീടത് മറക്കുകയും അത് എതിരായി പ്രവർത്തിക്കുകയും ചെയ്യും. മനുഷ്യൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് രണ്ട് എന്ന് ഞാൻ പറയാറുണ്ട്. ഒന്ന്, ടു ഗെറ്റ് ആൻഡ് ടു ഫോർഗെറ്റ്. കിട്ടണം, കിട്ടിക്കഴിഞ്ഞാൽ അത് മറന്നു കളയും. അവിടെ കൊണ്ട് നിന്നാൽ കുഴപ്പമില്ല, ഇനി ഉപദ്രവിക്കുകയും കൂടി ചെയ്യുക എന്നുള്ളതാണ് ഉറുമ്പിനെ നമ്മൾ കണ്ടു പഠിക്കേണ്ടതാണ്. ഉറുമ്പിനെക്കുറിച്ച് വിശുദ്ധ ബൈബിളിൽ എഴുതിയിട്ടുണ്ട്. പ്രോവർബ്സ്, സുഭാഷിതങ്ങൾ എന്ന് മലയാളത്തിൽ പറയും. അതിൽ 30-ാമത്തെ അധ്യായത്തിൽ 24 മുതൽ 27 വരെയുള്ള തിരുവചനങ്ങളിൽ ഉറുമ്പിനെക്കുറിച്ച് പ്രതിപാദിച്ചിട്ടുണ്ട്. 4 ജീവികളെക്കുറിച്ചാണ് പ്രതിപാദിച്ചിരിക്കുന്നത്. എന്നിട്ട് എഴുതിയിരിക്കുന്നത് എങ്ങനെയാണ്? ഉറുമ്പിനെ കണ്ട് ബുദ്ധി എങ്ങനെ ഉണ്ടാവണമെന്ന് പഠിക്കൂ എന്നാണ്. ഉറുമ്പ്, 4 ജീവികൾ: 1 ഉറുമ്പ്, 2 പല്ലി, 3 കുഴിമുയൽ. കുഴിമുയൽ എന്താണെന്ന് എനിക്കറിയില്ല. 4 വെട്ടുകിളി. ഈ 4 എണ്ണത്തിനെ കണ്ട് പഠിക്കൂ എന്ന് വിശുദ്ധ ബൈബിളിൽ സുഭാഷിതങ്ങളിൽ പ്രോവർബ്സിൽ 30-ാമത്തെ അധ്യായത്തിൽ, 31 അധ്യായമുള്ളതിൽ 30-ാമത്തെ അധ്യായത്തിൽ 24 മുതൽ 27 വരെയുള്ള തിരുവചനങ്ങൾ വായിക്കണം. ഉറുമ്പിൽ നിന്ന് ബുദ്ധി കണ്ടു പഠിക്കൂ എന്ന്. ഈ കൊച്ചുകുട്ടികളായിരുന്ന സമയത്ത് നമ്മളൊക്കെ ഉറുമ്പുകളെ ഒബ്സർവ് ചെയ്തിട്ടുണ്ടാവുമെന്ന് തന്നെയാണ് എൻ്റെ ഓർമ്മ, എൻ്റെ ബോധ്യം. എനിക്ക് ഓർമ്മയുണ്ട്, വരി വരിയായിട്ട് പോകുന്ന ഉറുമ്പുകളെ ഒബ്സർവ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ആ ഉറുമ്പിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് കഴിയും. അതിലേക്ക് വരുന്നതിന് മുമ്പ് ഉറുമ്പിനെ കണ്ട് ഒരു കാര്യം, ഒരു നീതിസാരത്തിൽ പറഞ്ഞിട്ടുള്ളൊരു കാര്യം ഒന്ന് പ്രതിപാദിക്കണമെന്ന് വിചാരിക്കുകയാണ്. നീതിസാരത്തിൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്: മശക മക്കുണ രാത്രവും. മശകം എന്ന് വെച്ചാൽ കൊതുക്, മക്കുണം എന്ന് വെച്ചാൽ മൂട്ട. കൊതുകും മൂട്ടയും മശക മക്കുണ രാത്രവും രാത്രിയിലാണ് ഉപദ്രവിക്കുന്നത്. മക്ഷിക യാചക ദിവ. മക്ഷിക എന്ന് വെച്ചാൽ ഈച്ച, യാചകൻ അറിയാമല്ലോ. അവർ പകലാണ് നമ്മളെ ഉപദ്രവിക്കുക, ഈച്ചയും യാചകനും. ഇതൊരു രസികൻ എഴുതിയ ഒരു എന്നാലോ പിപീലിക ച ഭാര്യജ. പിപീലിക എന്ന് വെച്ചാൽ ഉറുമ്പ്, ഭാര്യ. ഉറുമ്പും ഭാര്യയും ദിവാരാത്രം, രാത്രിയും പകലും ഉപദ്രവിക്കുന്നതാണ്. കൊച്ചുകുട്ടിയായിരിക്കുമ്പോൾ ഞാൻ നീതിസാരത്തിൽ പഠിച്ചത് എനിക്ക് ശരിക്കും അർത്ഥമൊന്നും മുഴുവൻ മനസ്സിലായിരുന്നില്ല. പിന്നീട് വിവാഹിതനായപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് ശരിയല്ല, രാത്രിയും പകലും ഭാര്യ ഉപദ്രവിക്കുന്നു എന്ന്. ആ കവി എന്തുകൊണ്ട് അങ്ങനെ എഴുതി വെച്ചു? അദ്ദേഹത്തിൻ്റെ അനുഭവമായിരിക്കുമോ, അതൊരു ജനറലൈസ്ഡ് സ്റ്റേറ്റ്മെൻ്റ് ആണോ? ഒരു കാര്യം എനിക്ക് മനസ്സിലായി, അദ്ദേഹം ഒരു രസികനാണ്. അന്നത്തെ കാലഘട്ടത്തിനനുസരിച്ച് അദ്ദേഹം എഴുതിയ, അന്ന് എന്താണ്, പുരുഷ മേധാവിത്വം നിലനിന്നിരുന്ന കാലഘട്ടമാണ്. പുരുഷ മേധാവിത്വം, അതിൻ്റെയൊക്കെ ഫലമാണ് ആ ഒരു കവിത വന്നത് എന്ന് എനിക്ക് തോന്നുന്നതാണ്. പിപീലിക ച ഭാര്യജ ദിവാരാത്രം പ്രബോധത എന്നാണ്. ഇന്നത്തെ സ്ഥിതി അതല്ല. ഇന്നത്തെ സ്ഥിതി മറിച്ചാണ്.
സ്ത്രീകളുടെ വരുമാനം കൂടി ചേർത്തിട്ടാണ് ഇന്നൊരു കുടുംബം കൊണ്ടുപോകാൻ പറ്റുള്ളൂ. പുരുഷനോടൊപ്പം തന്നെ സ്ഥാനം ഒരു സ്ത്രീക്കും ഉണ്ട്, സമൂഹത്തിലുണ്ട്, വീട്ടിലുണ്ട്. ഒക്കെയാണെങ്കിലും ഈ വരിയിൽ നിന്ന് എനിക്ക് ഒരു കാര്യം മനസ്സിലായി: ഉറുമ്പ് ഉറങ്ങാറില്ല. ആ ഭാഗമാണ് ഞാൻ എടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അത് ഉറങ്ങാറില്ല, ഉറുമ്പ് ഉറങ്ങാറില്ല. രാത്രിയും പകലും ഉപദ്രവിക്കുന്നു എന്നാണല്ലോ അതിൽ എഴുതിയിരിക്കുന്നത്. അതിൽ നിന്ന് ഞാനെടുത്ത ആശയം അതാണ്. അത് രാവും പകലും പ്രവർത്തന നിരതമാണ്. അതാണ് ഞാൻ ആശയം എടുത്തത്. ഇതൊരു വിദ്യാർത്ഥിക്ക്, ഒരു അധ്യാപകന്, ഇന്ന് വേണ്ട ഒരു വീട്ടപ്പനൊക്കെ ആവശ്യമുള്ള, വീട്ടമ്മയ്ക്കും ആവശ്യമുള്ള, ആവശ്യത്തിന് മാത്രം ഉറങ്ങുക, ആവശ്യത്തിലധികം ഉറങ്ങാറില്ല എന്നാക്കി ഞാൻ മാറ്റുകയാണ്. അതായത് അവൈലബിളായിട്ടുള്ള സമയത്തിൻ്റെ അധിക ഭാഗവും അധ്വാനിക്കാനായിട്ട് ശ്രമിക്കണം. ഒരു ഉറുമ്പിനെ പോലെ രാത്രിയും പകലും അധ്വാനിക്കുന്ന ഒരു ഉറുമ്പിനെ നമുക്ക് മാതൃകയായിട്ട് എടുക്കാവുന്നതാണ്. വളരെ പ്രസിദ്ധമായ ഒരു ശ്ലോകം സംസ്കൃതത്തിലുണ്ട്. അതും നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഒരുപാട് നന്മ ചെയ്യുന്നൊരു ശ്ലോകമാണ്. യോജനാനാം സഹസ്രാണി യാതി ഗച്ഛൻ പിപീലിക. പിപീലിക, ഗച്ഛൻ, ഗമിക്കുന്നു. എങ്ങനെയുള്ള മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ഉറുമ്പ്, അത് അരിച്ചരിച്ചരിച്ചാണ് പോകുന്നത് എങ്കിലും യോജനാനാം സഹസ്രാണി, സഹസ്രം എന്ന് വെച്ചാൽ 1000, യോജന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മെഷറാണ്, ഒരു ഡിസ്റ്റൻസിൻ്റെ മെഷറാണ്, മൈല്, കിലോമീറ്ററൊക്കെ പോലെ. ആയിരക്കണക്കിന് കിലോമീറ്റർ ദൂരം സഞ്ചരിക്കാൻ കഴിവുണ്ട് ആർക്ക്? ഒരു ഉറുമ്പിന്. പക്ഷെ അത് പോകുന്നത് കുറച്ച് നിൽക്കുന്നില്ല, നിൽക്കാതെ അത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ഒരു വിദ്യാർത്ഥിയും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. വിദ്യാർത്ഥി അറിവ് നേടുന്നത്, ഓരോ ദിവസവും അറിവ് നേടുന്നത് കുറേശ്ശെയാണ്. വളരെ കുറച്ച്, ഒരു ദിവസം വളരെ കുറച്ച് മാത്രമാണ് പഠിക്കുന്നത്. ആകെ അറിവിൻ്റെ ചെറിയൊരംശം. പക്ഷെ അവൻ എന്നും പഠിക്കുന്നു. അങ്ങനെ 12, 20, 30 കൊല്ലമൊക്കെ, 30 കൊല്ലമൊക്കെ പഠിക്കുന്നവർ ധാരാളമുണ്ട്. ഇപ്പോഴൊരു നല്ല ഡോക്ടറായി തീരണമെങ്കിൽ 30 കൊല്ലമൊക്കെ പഠിക്കണം. 2 കൊല്ലം നഴ്സറി, 10 വരെ 2 കൊല്ലം, 10 കൊല്ലം, 10, 2, 12, +1, +2, 2, 14. +2 കഴിഞ്ഞ് ഉടനെ കിട്ടിയാൽ 5 കൊല്ലം MBBS, 14, 5, 19. പിന്നെ 1 കൊല്ലം ഹൗസ് സർജൻസി, 20. 3 കൊല്ലം MD, MBBS കഴിഞ്ഞ ഉടനെ MD കിട്ടിയാൽ അപ്പോൾ 23 കൊല്ലമായി. ഇപ്പോൾ സൂപ്പർ സ്പെഷ്യാലിറ്റിയും വേണം, 2 or 3 കൊല്ലം വേണം. 23, 26, 25 ആയി. ഇനി നല്ല പ്രാക്ടീസ് കിട്ടണമെങ്കിൽ ആരുടെയെങ്കിലും കൂടെയൊക്കെ ഒന്ന് കുറച്ച് കാലം ഇരുന്ന്, ഇപ്പോൾ 30 കൊല്ലം എന്ന് ഞാൻ പറഞ്ഞത് ഒരു അതിശയോക്തിയല്ല. ഒരു നല്ല ഡോക്ടറായി തീരുന്നതിന് 30 കൊല്ലമൊക്കെ പഠിക്കേണ്ടി വരും. ഈ 30 കൊല്ലം കൊണ്ട് അദ്ദേഹം എത്രമാത്രം അറിവാണ് നേടുന്നത്? കുറേശ്ശെയാണ് നേടുന്നത്. ഇത് എല്ലാം സമ്പാദിക്കുന്ന കേസിലായാലും ഇതുപോലെ തന്നെയാണ്. അനേകം വർഷമെടുത്താണ് നമ്മളൊരു സമ്പാദ്യം ഉണ്ടാക്കിയെടുക്കുന്നത്. കുറേശ്ശെ കൂട്ടി വെച്ച് നമ്മൾ സമ്പാദ്യം ഉണ്ടാക്കിയെടുക്കുന്നു. ഞാനൊക്കെ കുഞ്ഞായിരിക്കുമ്പോൾ കാശ് കൊടുക്കുക എന്ന് പറഞ്ഞൊരു സിസ്റ്റമുണ്ട്. ഇന്ന് ഇപ്പോൾ പുതിയ പ്ലാസ്റ്റിക്കിൻ്റെ കാശ് കൊടുക്കുക എൻ്റെ വീട്ടിൽ ഒരെണ്ണമുണ്ട്. കൊച്ചുമോനെ അങ്ങനെ ഒരു കാശ് കൊടുക്കുക ആരോ വാങ്ങിച്ചു കൊടുത്തു, വീട്ടിൽ ആരോ വാങ്ങിച്ചു കൊടുത്തു. കുട്ടികളെ ചെറുപ്പത്തിലെ തന്നെ സമ്പാദ്യശീലം വളർത്തിയെടുക്കുന്നതിന് സഹായിക്കുന്ന ഒന്നാണ്. ഞങ്ങൾ കിട്ടുന്ന ചില്ലറയൊക്കെ കൊണ്ടുപോയിട്ട് അതിനകത്തിടും. പിന്നെ അത് തുറക്കുന്നത് പെരുന്നാളിനായിരിക്കും.
അത് കുഴിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ അതിൽ നിന്ന് ഇളക്കിയൊക്കെ എടുക്കാൻ പറ്റും. അന്ന് അത് കാശ് കൊടുക്കുക പൊളിച്ച് അതിൽ നിന്നുള്ള സമ്പാദ്യമേ. അന്നൊക്കെ നമുക്കത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇത് കുറേശ്ശെ സമ്പാദിച്ച് വരുന്നതാണ് വലിയ ഒരു സമ്പാദ്യം ഉണ്ടാക്കുന്നതിൻ്റെ പുറകിൽ. അത് അറിവായാലും ആരോഗ്യമായാലും സമ്പത്തായാലും വസ്തുവകകളായാലും എന്തായാലും കുറേശ്ശെയാണ് അത് സമ്പാദിച്ചു വരുന്നത്. കഴിഞ്ഞൊരു ദിവസം ഞാനൊരു കാര്യം കണ്ടു. രാവിലെ കുളിച്ച് ടാപ്പ് അടച്ചിരുന്നു, അത്ര ശ്രദ്ധിച്ചില്ല, ഓരോ തുള്ളി ഇങ്ങനെ വീഴുന്നുണ്ടായിരുന്നു. അത് ആ കാലത്ത് ശ്രദ്ധിച്ചിരുന്നെങ്കിൽ ഞാനത് ഉടനെ തന്നെ അടയ്ക്കുമായിരുന്നു. വൈകുന്നേരം 10 മണിയോടുകൂടി കുളിക്കാനായിട്ട് ചെല്ലുമ്പോൾ ബക്കറ്റ് നിറയെ വെള്ളമാണ്. ഓരോ തുള്ളി വെള്ളം വീണിട്ടാണ് ഒരു ബക്കറ്റ് നിറയെ വെള്ളം ഉണ്ടായത്. ഇത് നീതിസാരത്തിൽ പറയുന്നുണ്ട്, വിദ്യ അഭ്യസിക്കുന്നത് മഴക്കാലത്ത് ഓപ്പൺ സ്പേസിൽ തുറന്നു വെച്ച ഒരു പാത്രത്തിൽ വെള്ളം നിറയുന്നത് പോലെയാണെന്ന്. മഴക്കാലത്ത് ഒരു പാത്രം, പരന്ന പാത്രം നിങ്ങൾ ഓപ്പൺ സ്പേസിൽ മുറ്റത്ത് തുറന്നു വെച്ചു എന്ന് വിചാരിക്കുക. ഓരോ ദിവസവും മഴ പെയ്യുമ്പോൾ കുറച്ച് തുള്ളികൾ അതിൽ ശേഖരിക്കും. ആദ്യത്തെ മഴയ്ക്ക് തന്നെ ചെന്ന് നോക്കിയാൽ നിറഞ്ഞിട്ടുണ്ടാവില്ല. ഏതാനും മഴകൾ കഴിഞ്ഞ് ചെന്ന് നോക്കുമ്പോൾ അത് നിറഞ്ഞിട്ടുണ്ടാവും. ഇത് തന്നെയാണ് വിദ്യ അഭ്യസിക്കുന്നത്. ഉറുമ്പിൽ നിന്ന് നമ്മൾ പഠിക്കുന്ന ഒന്നാണിത്. യോജനാനാം സഹസ്രാണി യാതി ഗച്ഛൻ പിപീലിക. അരിച്ചരിച്ചരിച്ച് മുന്നോട്ട് പോകുന്ന ഒരു ഉറുമ്പ് ആയിരക്കണക്കിന് കിലോമീറ്ററുകൾ താണ്ടുന്നു. അത് കുറച്ചല്ലേ എനിക്ക് നടക്കാൻ പറ്റുള്ളൂ, എൻ്റെ സ്റ്റെപ്പുകളൊക്കെ വളരെ ചെറുതാണല്ലോ, അതുകൊണ്ട് ഞാൻ നടക്കണില്ല എന്ന് വിചാരിച്ചിരുന്നാലോ ഒട്ടും മുന്നോട്ട് പോകാൻ പറ്റില്ല. എനിക്ക് പഠിക്കാൻ കഴിവില്ലല്ലോ മറ്റുള്ളവരെ പോലെ, അതുകൊണ്ട് ഞാൻ പഠിക്കണില്ല എന്ന് പറഞ്ഞ് മടി പിടിച്ചിരുന്നാൽ അവനൊരിക്കലും മുന്നോട്ട് പോവില്ല. ജീവിതത്തിലെ ഏത് മേഖലയിലുമുള്ള വ്യക്തികൾക്ക് ഇത് ബാധകമായിട്ടുള്ള കാര്യമാണ്. ഈ നേരത്തെ യോജനാനാം സഹസ്രാണി, അതിനോട് ചേർന്നൊരു വാചകം കൂടിയുണ്ട് സംസ്കൃതത്തിൽ. അഗച്ഛൻ, മുമ്പോട്ട് പോകാത്തവൻ. അവൻ ഗരുഡനാണെങ്കിലും, ഗരുഡനാവാൻ ചിലപ്പോൾ, ഗരുഡന് എത്രയോ ഉയർന്ന് പറക്കാൻ പറ്റും, എത്രയോ വേഗത്തിൽ പറക്കാൻ പറ്റും. പക്ഷെ അങ്ങനത്തെ ഒരു ഗരുഡൻ പോലും അഗച്ഛൻ എന്ന് വെച്ചാൽ മുമ്പോട്ട് പോകാതെ ഇരുന്നോടത്ത് ഇരിക്കുകയാണെങ്കിൽ എത്ര കാലം ഇരുന്നാലും അവൻ ഏകപദം ഗച്ഛതി. പദം ഏക ഗച്ഛതി എന്നാണ്. പദം ഒരടി പോലും, ഏകം ഒരടി പോലും മുന്നോട്ട് പോകില്ല എന്നാണ്. അതുകൊണ്ട് നമ്മുടെ കഴിവുകൾ എത്ര ലിമിറ്റഡ് ആണെങ്കിലും എപ്പോഴും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക, പ്രവർത്തന നിരതരായിരിക്കുക. യേശു പറഞ്ഞു, ഞാൻ എപ്പോഴും പ്രവർത്തന നിരതനാണ്, എൻ്റെ പിതാവും പ്രവർത്തന നിരതനാണ് എന്ന്. മടി പിടിച്ചിരിക്കാതെ നമുക്ക് ഓരോ നിമിഷവും എന്തെങ്കിലും ചെറുതാണെങ്കിലും ചെയ്തുകൊണ്ടിരിക്കാനായിട്ട് ശ്രമിക്കുക. നമുക്ക് ഉറുമ്പിനെ കുറിച്ച് വീണ്ടും ചിന്തിക്കാം. ഉറുമ്പ് പോകുന്നത് വരിയായിട്ടാണ്. അതൊരു ക്യൂ സിസ്റ്റം പാലിക്കുന്നുണ്ട്. ക്യൂ സിസ്റ്റം, നമുക്ക് എവിടെയാണ് ക്യൂ സിസ്റ്റം ഉള്ളത്? ക്യൂ സിസ്റ്റം പലപ്പോഴും നമ്മൾ നോക്കാറില്ല. ക്യൂ സിസ്റ്റം ഉണ്ടെങ്കിൽ വളരെ എഫക്റ്റീവായിട്ട്, ഒരു ക്ലാസ് വിട്ടു, ബെല്ലടിച്ചു, ക്ലാസ് വിട്ടു, എല്ലാവരും കൂടി എഴുന്നേറ്റ് ഒരു ഡോർ അല്ലെങ്കിൽ 2 ഡോർ ഇതിൽ കൂടെ പുറത്തേക്ക് കിടക്കാനായിട്ട് ശ്രമിച്ചാൽ, എല്ലാവരും കൂടി ശ്രമിച്ചാൽ ആർക്കും പുറത്തേക്ക് കിടക്കാൻ പറ്റില്ല. എന്നാൽ വരിയായിട്ട് പുറത്തേക്ക് കിടന്നാൽ വളരെ വേഗത്തിൽ ക്ലാസ് എംപ്റ്റി ആയി തീരും. ഒരു ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ ഒരു അപകടം ഉണ്ടായി, എല്ലാവർക്കും രക്ഷപ്പെടാനായിട്ടുള്ള തത്രപ്പാടായിരിക്കും. എല്ലാവരും രക്ഷപ്പെടാൻ തത്രപ്പെട്ടാൽ എന്തുണ്ടാവും? ആർക്കും രക്ഷപ്പെടാൻ പറ്റില്ല. അവിടെയൊക്കെ നമ്മളൊരു സ്വല്പം സംയമനം പാലിച്ച്
ഏറ്റവും ആവശ്യമുള്ള ആളുകളെ ആദ്യം വിടുക. ഇതൊക്കെ നമ്മൾ ഈ ഉറുമ്പിൽ നിന്ന് പഠിക്കേണ്ട കാര്യമാണ്. ഇനി നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, ഉറുമ്പുകൾ പോകുമ്പോൾ ചിലത് ഓപ്പോസിറ്റ് വഴിക്ക് വരുന്നുണ്ടാവും. അവർ തമ്മിൽ എന്തോ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ടാവും. ഒരു സ്നേഹചുംബനം കൊടുക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എപ്പോഴെങ്കിലും? ഒരു സ്നേഹചുംബനം കൊടുത്തിട്ടേ പോവുള്ളൂ. നമ്മൾ മനുഷ്യരോ പലപ്പോഴും കണ്ടില്ല എന്ന് അടിച്ചാൽ പോവുക. ഇപ്പോൾ കണ്ടില്ല എന്ന് അടിക്കാനൊരു പുതിയ സൂത്രമുണ്ട്. ആ നേരത്തെ മൊബൈൽ എടുത്തിട്ട് ഇങ്ങനെ ഒന്ന് പിടിച്ചാൽ മതി. അപ്പോൾ എന്തോ ഫോൺ ചെയ്യുകയാണ്, അതുകൊണ്ടാണ് മിണ്ടാണ്ട് പോയത്. പ്രത്യേകിച്ച് അല്പം അസ്വാരസ്യമുള്ള ഒരു വ്യക്തിയാണെങ്കിൽ ആളോട് സംസാരിക്കാതെ പോകാനായിട്ട് ഒരു എളുപ്പമാർഗ്ഗമാണ് ഈ മൊബൈൽ ഫോൺ. ഉറുമ്പിനെ കണ്ടുപിടിക്കണം, അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടാണ് പോവുക. അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ഉറുമ്പ് ശേഖരിച്ച് വയ്ക്കുന്നതിന് കഴിവുള്ള കാലം അറിയും. ഓരോ കാലവും തിരിച്ചറിഞ്ഞ് വർഷക്കാലത്ത് ഭക്ഷണം കിട്ടില്ല എന്ന് ഉറുമ്പിനറിയാം. അതുകൊണ്ട് ഉറുമ്പുകൾ എന്ത് ചെയ്യുന്നു? വേനൽക്കാലത്ത് അത് വേണ്ടതായ ഭക്ഷണമൊക്കെ ശേഖരിച്ച് വയ്ക്കും. നമ്മൾ പലപ്പോഴും അങ്ങനെയല്ല. കിട്ടുന്ന സമയത്ത് അട്ടിപ്പൊളി മുഴുവൻ ചിലവാക്കും. എന്നിട്ടോ ഇല്ലാത്ത സമയത്ത് വായും പൊളിക്കും. ഉറുമ്പിനെ കണ്ടുപിടിക്കേണ്ട ഒരു ആണ്. ഉറുമ്പിനെ എനിക്ക് തോന്നിയിട്ടുണ്ട് വലിയൊരു എൻജിനീയറാണ് ഉറുമ്പ് എന്ന്. അത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഉറുമ്പുകൾ ഇലകൾ കൊണ്ട് കൂട് കൂട്ടുന്നത്. എന്തൊരു നല്ല സുരക്ഷിതമായ വീടാണ് അതുണ്ടാക്കുന്നത്. ഒരു സുരക്ഷിതമായ വീട് ഒരു എൻജിനീയർക്ക് മാത്രമേ ഡിസൈൻ ചെയ്യാൻ പറ്റുള്ളൂ. ആ എൻജിനീയറിങ് സ്കില്ല് ഉറുമ്പുകൾക്കുണ്ട് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അവർക്ക് എൻജിനീയറിങ് സ്കില്ലുണ്ട് എന്ന് സൂചിപ്പിക്കുന്ന ഒരു കാര്യം കൂടിയും, ഉറുമ്പുകൾ ഇങ്ങനെ പോകുകയാണ്. ആ പോകുന്ന സമയത്ത് ചെറിയൊരു ഗ്യാപ്പുണ്ട് എന്ന് വിചാരിക്കുക. ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടത്. ആ ചെറിയൊരു ഗ്യാപ്പുണ്ടെങ്കിൽ അത് കടക്കാനായിട്ട് വേറെ മാർഗം വലുതുണ്ടെങ്കിൽ അങ്ങനെ മാറിപ്പോകും. ഇല്ലെങ്കിലോ ഒരു ഉറുമ്പിനെ വേറൊരു ഉറുമ്പ് ഇങ്ങനെ കൈകോർത്ത് പിടിക്കും. അങ്ങനെ 2, 3, 4 ഉറുമ്പുകളുണ്ടായാൽ ആ ഗ്യാപ്പ് ക്ലോസ് ചെയ്യാൻ കഴിയുമെങ്കിൽ അവർ സഹകരിച്ച് ആ ഗ്യാപ്പ് ക്ലോസ് ചെയ്യും. അതിൻ്റെ മുകളിൽ കൂടെ മറ്റു ഉറുമ്പുകളൊക്കെ പോകും. ഒരു പാലം പണിയാണ്. എത്ര കഴിവാണ് അതിനുള്ളത്. അതുപോലെ അത് പോകുന്ന വഴിക്ക് ഒരു തടസ്സം കണ്ടു എന്ന് വിചാരിക്കുക. തടസ്സം കണ്ടാൽ ഉടനെ തന്നെ അത് വേറെ വഴി തിരിച്ചു പോകും. നമ്മൾ പലപ്പോഴും അങ്ങനെയല്ല. പോകാണ്ടിരിക്കാൻ എന്താ മാർഗം? ഇല്ലാത്തൊരു തടസ്സം മുമ്പിൽ കാണുകയാണ്. ഇല്ലാത്ത തടസ്സം. പഠിക്കാതിരിക്കാൻ എന്താ മാർഗം എന്ന് നോക്കിയിട്ടാണ് പല കുട്ടികളും ഇരിക്കുന്നത്. ഒരു കാരണം പറഞ്ഞു, അസുഖം, തലവേദന വന്നു, മൈഗ്രെയിൻ, അത് ഇങ്ങനെ ഓരോരോ കാലത്ത് തന്നെ വയറ്റിൽ വേദന, സ്കൂളിൽ പോകാണ്ടിരിക്കാൻ. ഉറുമ്പ് അങ്ങനെയല്ല. ഒരു തടസ്സം മുന്നിൽ വന്നപ്പോൾ വേറൊരു വഴിക്ക് പോകുന്നു. ഒരു കാര്യം കൂടി എൻ്റെ മനസ്സിലേക്ക് ഓർമ്മ വരുന്നു. അതുകൂടി പറഞ്ഞ് ഈ എപ്പിസോഡ് അവസാനിപ്പിക്കാം. ഈ ഉറുമ്പൊക്കെ കടിച്ചാൽ പിന്നെ വിടില്ല. പണ്ട് കാലത്ത് മെഡിക്കൽ ഫീൽഡിൽ ഓപ്പറേഷനൊക്കെ കഴിഞ്ഞാൽ ഈ സ്കിന്ന് തുന്നിക്കൂട്ടാനായിട്ട് വേറെ മാർഗമില്ല അത്രേ. അന്ന് പറ്റിയ സാധനങ്ങൾ കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ല. അന്ന് തുന്നിക്കൂട്ടുന്നതിന് ഈ തൊലി രണ്ടും ഇങ്ങനെ കൂട്ടിപ്പിടിച്ച് ഉറുമ്പിനെ കൊണ്ട് കടിപ്പിക്കും. അങ്ങനെ കടിച്ചു കഴിഞ്ഞാൽ ആ ഉറുമ്പിൻ്റെ കഴുത്ത് അങ്ങോട്ട് വെട്ടും. കഴുത്ത് വെട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഉറുമ്പിനെ കടി വിടാൻ പറ്റില്ല. അല്ലെങ്കിലും ഉറുമ്പിനെ കുറിച്ച് പറയാം, ഉറുമ്പ് കടിച്ച മാതിരി എന്ന് വെച്ചാൽ വിടില്ല. ഇത് ചത്തു കഴിഞ്ഞാൽ പിന്നെ അത് ഒരിക്കലും വിടില്ല. അങ്ങനെ ഒരു നിരനിരയായിട്ട് ഏതാനും ഉറുമ്പുകളെ കൊണ്ട് കടിപ്പിച്ചാണ് അന്ന് തുന്നിക്കെട്ടിയിരുന്നത് എന്ന് വളരെ പുരാതന കാലഘട്ടത്തിൽ. അന്നും സർജറിയൊക്കെ ഉണ്ടായിരുന്നു. ആ സർജറിയൊക്കെ അനുഷ്ഠിച്ചിരുന്നത് ഉറുമ്പിൻ്റെ സഹായത്തോടു കൂടിയാണ് എന്ന് ഞാൻ വായിച്ചിട്ടുണ്ട്. ഉറുമ്പിൽ നിന്ന് നമുക്ക് എന്തെല്ലാം കാര്യങ്ങളാണ് പഠിക്കാനുള്ളത്. ദൈവം നമ്മളെ അതിന് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ നിർത്തുന്നു.